കൽക്കി പാർട്ട് 2. കൽക്കി പാർട്ട് 2-ൽ നമ്മുടെ ദുൽഖറൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി പ്രഭാസം സിനിമയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. തിയേറ്റർ റിലീസ് ഡേറ്റ് ഇപ്പൊ ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞു. സിനിമ മെയ് 1-ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമയുടെ ട്രെയിലർ വരുന്ന 4-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമയുടെ കളക്ഷന് ചെറിയൊരു ഇടിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ കലാവിന്റെ ജനനായകൻ റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ മാസം 24 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ മെയ് 1-ാം തീയതി റിലീസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ലാലേട്ടനും മമ്മൂക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ജനനായകൻ ഈ ടൈമിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ പേട്രിയറ്റിന്റെ കളക്ഷനെ വലിയ രീതി ബാധിച്ചില്ലെങ്കിൽ പോലും ചെറിയ രീതി ബാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ 4-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി എടുത്തേ പറ്റത്തുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു അന്യഭാഷ നടനാണെങ്കിൽ പോലും പുള്ളിയുടെ മിക്സ്ഡ് റെസ്പോൺസ് വരുന്ന സിനിമയ്ക്കും നെഗറ്റീവ് വരുന്ന സിനിമയ്ക്ക് വരെ നല്ല കളക്ഷൻ കിട്ടാറുണ്ട്. പോരാത്തതിന് ഇത് പുള്ളിയുടെ അവസാന സിനിമ എന്ന് പറയുമ്പോൾ ഒരു വട്ടം കാണുന്നവർ ചിലപ്പോൾ 2 വട്ടം കണ്ടെന്നും വരാം. അതുകൊണ്ട് തന്നെ പേട്രിയറ്റിന്റെ കളക്ഷന് ജനനായകൻ ചെറിയൊരു പണി തന്നെയാണ്. പിന്നെ ജനനായകന്റെ സെൻസറിംഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞെന്നൊക്കെയാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഇതുള്ളതാണെങ്കിൽ ഒഫീഷ്യലായിട്ട് മൂവി ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ വരുന്നതായിരിക്കും. കുറച്ചുപേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു ജനനായകന് വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്ന്. ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഇത് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ജയിലർ 2-ന്റെ എൻറ്റയർ ഷൂട്ട് ഈ ആഴ്ചത്തോടെ കഴിയുന്നതായിരിക്കും. സിനിമ സെപ്റ്റംബർ 4-ലേക്ക് റിലീസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുള്ള മറ്റു വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.